ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ കസിൻ ബ്രദർ എനിക്കൊരു ബർഗർ ഉണ്ടാക്കി തരാൻ പോവാണ്. സോ ഐ എം വെരി മച്ച് എക്സൈറ്റഡ് ടു ഹാവ് ഇറ്റ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് ടേസ്റ്റ് കൂടെ നമുക്ക് നോക്കാം. ഞാൻ ഉണ്ടാക്കുന്നതാണോ ടേസ്റ്റ്, എൻ്റെ കസിൻ ബ്രദർ ഉണ്ടാക്കുന്നതാണോ ടേസ്റ്റ് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. എനിക്കിന്ന് ഉണ്ടാക്കി തരാൻ പോണത് ബീഫ് ബർഗർ ആണ്. അപ്പോൾ ബീഫിന്റെ പാറ്റിയാണ് ഇതിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഫ്രോസൺ ആയിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ നമുക്കിതിന്റെ ഐസ് വിടണം. പിന്നെ ഞാനിവിടെ കഴിക്കണ ബ്രെഡ് ബ്രൗൺ ബ്രെഡാണ്. നമുക്കിവിടെ ബർഗർ ഉണ്ടായിരുന്നു, അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പോൾ എൻ്റെ കസിൻ ബ്രദർ കഴിക്കുന്നത് വൈറ്റ് ബ്രെഡും ഞാൻ കഴിക്കുന്നത് വീറ്റ് ബ്രെഡാണ്. അങ്ങനെ നമ്മൾ ആ രണ്ട് പാറ്റീസ് നമ്മൾ എവിടെ എയർ ഫ്രയറിൽ വെച്ചു. ആ സമയത്ത് നമ്മൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടറാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ബട്ടർ എൻ്റെ കസിൻ ബ്രോ ഇങ്ങനെ പാനിലിട്ട് ഇങ്ങനെ ചൂടാക്കാണ്. കാരണം വെച്ചാൽ ബട്ടറിൽ നമ്മൾ ഈ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊന്ന് ഇടക്കാനായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് നിന്ന് തന്നു. അപ്പോൾ ഇത് ഞാനിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇട്ട് ചെയ്യാണ്. എനിക്ക് വീഡിയോ എടുക്കാനും അതുപോലെ രണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല. കാരണം വെച്ചാൽ കൂടുതൽ എൻ്റെ കസിൻ ബ്രദറാണ് ഇങ്ങനെ കൂടുതൽ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണത്. അപ്പം ഞാനിങ്ങനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി, ഇവിടെയൊക്കെ മെൽറ്റ് ആവാനൊക്കെ കുറച്ച് സമയം എടുക്കും. തണുപ്പ് ക്ലൈമറ്റ് അല്ലേ ഷാർജയിലൊക്കെ അല്ലേ, UAE അങ്ങനെ ബ്രെഡ് എടുത്തു. ആദ്യം എൻ്റെ ഈ ഒരു ബ്രൗൺ ബ്രെഡാണ് ഇട്ടത്. അപ്പം ഞാനതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കണ്ടു. അതിന് ശേഷം അവൻ്റെ വൈറ്റ് ബ്രെഡാണ് അവന് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അവൻ വൈറ്റ് ബ്രെഡ് ഇട്ടു. അങ്ങനെ നമ്മുടെ ബീഫ് പാറ്റി ഒന്ന് മറച്ചിടാണ് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ഇത്രയും മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്ന് മറച്ചിടണം, എന്നാലാണ് അതൊരു ടേസ്റ്റി ആവുള്ളൂ. അപ്പോൾ നമ്മൾ എയർ ഫ്രയറിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അധികം എണ്ണയുടെ ആവശ്യമില്ല, അത് ഭയങ്കര അടിപൊളിയായിരിക്കും. ഞാൻ നാട്ടിലുള്ള സമയത്ത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ട് എയർ ഫ്രയറിൽ. അങ്ങനെ അവൻ്റെ വൈറ്റ് ബ്രെഡും ഇതുപോലെ നല്ല ക്രിസ്പി പോലെ ആയിട്ടുണ്ട്, നല്ല ബട്ടറിലൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് കിടന്ന്. അങ്ങനെ ഇവിടെ BBQ സോസ് ഉണ്ട്, ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്, പിന്നെ എടുത്ത സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരണത്. എൻ്റെ ബ്രെഡ് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ മയോണൈസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. പിന്നെ ഹാലോപ്പീൻ ഒരു സ്പൈസി മുളകാണ്. യെസ്, ഓഫ് കോഴ്സ് നമ്മുടെ ഈ ഒരു ചീസ് ഉണ്ട്. അപ്പോൾ ചീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും. അപ്പോൾ ചീസ് ഓഫ് കോഴ്സ് ചീസ് നമ്മുടെ ബർഗറിൽ ഉണ്ടാവുന്ന ഒരു സംഭവം കൂടിയല്ലോ. അങ്ങനെ നമ്മൾ മയോണൈസ് കുറച്ച് ബേസ് ആക്കി അങ്ങനെ എൻ്റെ കസിൻ ബ്രദറാണ് എല്ലാം ചെയ്യണം. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബർഗർ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ബർഗർ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ബർഗർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ടെൻഷൻ അടുപ്പിക്കുന്നില്ല, ബർഗർ. ഓക്കെ, ബർഗർ കഴിക്കാൻ പോണത്. ഞാനിവിടെ നാട്ടിലുള്ള സമയത്ത് കുറേ സ്പോട്ടിൽ നിന്ന് ബർഗർ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ BBQ സോസ് അപ്പുറത്തെ ബ്രെഡിൻ്റെ സ്ലൈസിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാണ്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പെരട്ടി കൊടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ മയോണൈസ്, മറ്റേ സൈഡിൽ BBQ സോസ്, അങ്ങനെയാണ് ഇരിക്കണത്. പിന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് അവൻ ആദ്യം വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലെറ്റൂസാണ്. ഇങ്ങനത്തെ പച്ചക്കറികളുടെ പോലെ ഇലകൾ നമുക്കറിയാം, ഇങ്ങനെ ബർഗറിലൊക്കെ കാണുന്ന കുറച്ച് ഇങ്ങനെ ക്യാബേജ് പോലത്തെ സംഭവമാണ്. അതിങ്ങനെ വെച്ചു. പിന്നെ അതിന് ശേഷം അതിങ്ങനെ എന്താ പറയുക, നല്ലതല്ലേ നമുക്ക് കുറച്ചൊരു ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് കുക്കുമ്പർ, ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് കഴിക്കുന്നത് നല്ല അടിപൊളിയല്ലേ. അപ്പോൾ അതുപോലെ രണ്ടെണ്ണത്തിൽ അവൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഈ ഒരു ബീഫ് പാറ്റി നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുകയാണ്. നമ്മളല്ല, എൻ്റെ കസിൻ ബ്രദറാണ് വെക്കണത്. അപ്പോൾ അവനിങ്ങനെ വെച്ചിട്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തരാണ് കേട്ടോ ഫുഡ്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ UAE വന്നിട്ട് എനിക്കിങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കി തരാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അങ്ങനെ ഈ മുളക് ഹാലോപ്പിൻ എന്ന് പറഞ്ഞൊരു മുളകാണിത്. ആ മുളക് ഇങ്ങനെ വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ചീസും ഇതുപോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഈ ചീസൊക്കെ നമ്മൾ മെൽറ്റ് ചെയ്യാൻ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ലൈറ്റർ പോലത്തെ ഒരു സംഭവം കൊണ്ടാണ് ഇവിടെ മെൽറ്റ് ചെയ്യണത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാനിങ്ങനെ കൗതുകത്തോടെ അവൻ ചെയ്യണതൊക്കെ ഇങ്ങനെ നോക്കിക്കായിരുന്നു. പ്ലസ് ഈ പറഞ്ഞ സാധനത്തോണ്ടാണ് മെൽറ്റ് ചെയ്യിപ്പിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അധികം മെൽറ്റ് ചെയ്യേണ്ട, ഇത്ര മതി. ഇത് കഴിഞ്ഞു, ഇത്ര ഉള്ളൂ കേട്ടോ ബീഫ് ബർഗർ എന്ന് പറയണത്. നമുക്കിവിടെ ഒരു എന്താ പറയുക, ബർഗറിൻ്റെ ആ ഒരു ബർഗർ ബ്രെഡ് ഇല്ലാത്ത കാരണം നമ്മൾ സാധാ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബണ്ണില്ലാത്ത കാരണം ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കണത്. അങ്ങനെ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരണത്. സോ അങ്ങനെ ഈ ഒരു ബർഗർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബർഗർ എൻ്റെ കസിൻ ബ്രദർ ഉണ്ടാക്കിയത് കഴിക്കാൻ പോവാണ്. കറക്റ്റുള്ള അഭിപ്രായം പറയാം കേട്ടോ കഴിച്ചിട്ട്. ഈ ഭാഗം നല്ല കണ്ട അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഈ ഒരു ബർഗർ ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കാം കേട്ടോ. എന്താണ് നോക്കണേ, കുറച്ച് കഴിച്ചു വെക്കണ. അപ്പോൾ ഞാനിങ്ങനെ കഴിക്കുമ്പോഴാണ് പിന്നീട് മനസ്സിലാക്കിയത് മുട്ട ഒരു ബുൾസൈ പോലെ ഇടുമായിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് ആലോചിച്ചത്. അത് മറന്നുപോയി. അപ്പം അത്ര തന്നെ മതി നോക്കിയത്. ഇനി ഞാൻ കഴിക്കട്ടെ സ്വസ്ഥമായിട്ട്. എനിക്കറിയാൻ വയറിളക്കം പിടിക്കും. ബൈ ഗൈസ്.